ലഭിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് ഏഴ് വർഷത്തിലേറെ കാലഘട്ടത്തിന് ശേഷം പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ജാമ്യം, അതിൽ ഹർജി എതിർവാദം ഉന്നയിച്ചിരുന്നു സംസ്ഥാന സർക്കാർ. ജാമ്യം നൽകരുത്, അത് തെളിവ് നശിപ്പിക്കും, നടിയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്താൻ സാഹചര്യം ഉണ്ടാകും. അദ്ദേഹം ഈ പൾസർ സുനി ഇയാൾ മുങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് പോലും സർക്കാർ വാദിച്ചിരുന്നു. പക്ഷേ 7 വർഷത്തിന് ഇപ്പുറം പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൾസർ സുനി ജാമ്യം അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. സുബി വിശ്വനാഥൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. 7 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്കിറങ്ങാൻ പോവുകയാണല്ലോ പൾസർ സുനി. പൾസർ സുനിക്ക് ഈ ജാമ്യം അനുവദിക്കുമ്പോൾ ഇത് ഏത് കേസിലാണ്? അതായത് ജാമ്യത്തിൽ തീർത്തും ജയിൽ മോചനം, അതായത് തൽക്കാലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ അവിടെ? എൽദോ, ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി, അതായത് 1-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിരവധി തവണ വിചാരണ കോടതിയെയും ഹൈക്കോടതിയെയും പൾസർ സുനി സമീപിച്ചിരുന്നു, സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ വിചാരണ തുടരുന്ന, അതായത് വിചാരണ നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. 1-ാം പ്രതിക്ക് ഈ കേസിൽ നടിയെ ബലാത്സംഗം ചെയ്തു എന്ന പരാതി നേരിടുന്ന 1-ാം പ്രതി അദ്ദേഹമാണ്. ഈ പൾസർ സുനിയാണ് ഇതിനെ ഗൂഢാലോചന നടത്തിയത്, ദിലീപുമായി ഗൂഢാലോചന നടത്തിയതും ബാക്കി മറ്റ് പ്രതികളെ എല്ലാം തന്നെ ഈ കൃത്യത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നതും പൾസർ സുനിയാണ്. ആ പൾസർ സുനിക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിന്റെ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ജാമ്യം സുപ്രീം കോടതി നൽകുന്നത്. പ്രധാനമായും ഈ കേസിൽ പറയുന്നത് ഉപാധികളോടുകൂടി ജാമ്യം അനുവദിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം എന്തെങ്കിലും ശക്തമായ ഉപാധികൾ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാവുന്നതാണ് എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായ ഉപാധികളോടെയായിരിക്കും പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുക. പൾസർ സുനി ആവശ്യപ്പെട്ടിരുന്ന ജാമ്യം തേടിയിരുന്ന ഘട്ടങ്ങളിലെല്ലാം പ്രധാനമായും ഉയർത്തിയിരുന്ന വാദം എന്ന് പറയുന്നത് നടിയെ ഭീഷണിപ്പെടുത്തും, അതുപോലെ ഈ കേസിലെ തെളിവ് നശിപ്പിക്കും, ദിലീപുമായി ഗൂഢാലോചന നടത്തി വീണ്ടും ഒത്തുതീർപ്പുണ്ടാക്കും എന്നിവയായിരുന്നു. ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിട്ട് പോലും ഇത്തവണ പ്രതിക്ക് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞിരുന്നത് ഈ നടിയുടെ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വലിയ തോതിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന കാര്യം. ഏതായാലും പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വിചാരണ തടവുകാരനായി കഴിയുകയാണ് പൾസർ സുനി. ഈ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളിലും പൾസർ സുനി ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെയും വിചാരണ കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒടുവിൽ സുപ്രീം കോടതി തന്നെയാണ് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും വിചാരണ കോടതിയോട് സുപ്രീം കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വിചാരണ നീട്ടിക്കൊണ്ടു പോകരുത്, നടി ആക്രമിച്ച കേസിൽ ഏറ്റവും എളുപ്പത്തിൽ വിചാരണ പൂർത്തിയാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിചാരണ കോടതിയോട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നിശ്ചയിച്ച കാലാവധി പലതവണ സുപ്രീം കോടതി നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ പലവിധ കാരണങ്ങൾ ഉയർത്തിയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും കർശന ഉപാധികളോടുകൂടി ജാമ്യം നൽകാനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ഉപാധികൾ അടുത്ത ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ ഉപാധികൾ പറയേണ്ടത് സുപ്രീം കോടതിയാണ്. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എൽദോ, പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൾസർ സുനി 2017 ഫെബ്രുവരി 23 മുതലാണ് ജയിലിലായത്. ഇപ്പോൾ 7 വർഷത്തിനിപ്പുറം പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു. ദിലീപിന്റെ അഭിഭാഷകൻ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതായിരുന്നു പൾസർ സുനിയുടെ വാദങ്ങളിലൊന്ന്. നീതിപൂർവമായിട്ടുള്ള വിചാരണ നടക്കുന്നില്ല എന്നും പൾസർ സുനി കോടതിയിൽ ഉന്നയിച്ചിരുന്നു. വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകിയ കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. എന്താണെങ്കിലും ഉടൻ തന്നെ പൾസർ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് ഈ കോടതി വിധിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പൾസർ സുനി ജാമ്യം നേടി സുപ്രീം കോടതിയിൽ നിന്ന് എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് ഈ സമയത്ത്. സുബി, ആ കേസിന്റെ കാര്യം നമുക്കറിയാം, അത്
7 വർഷമായി പൾസർ സുനി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അതിന്റെ വിചാരണ ഇങ്ങനെ നീണ്ടുപോകുന്നതിലും വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ഈ നീതിപൂർവമല്ല വിചാരണ, അത് നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുള്ള വാദമുഖത്തെയായിരിക്കുമോ സുപ്രീം കോടതി മുഖവിലേക്കെടുത്തത് പ്രധാനമായും? സ്വാഭാവികമായും അങ്ങനെ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം ഈ കേസിന്റെ വിചാരണ ഏറ്റവും എളുപ്പത്തിൽ പൂർത്തിയാക്കണം എന്ന് കണ്ടുകൊണ്ടാണ് ഒരു പ്രത്യേക കോടതി തന്നെ സ്ഥാപിക്കുകയുണ്ടായത്. എന്നാൽ ആ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായത്. ദിലീപിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു. ഇത്തരത്തിൽ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ പൾസർ സുനി 7.5 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. ഈ കേസിന്റെ ഗൂഢാലോചന നടത്തിയ ദിലീപിന് പോലും 80 ദിവസത്തിനകം ജാമ്യം ലഭിച്ച സാഹചര്യമുണ്ട്. എന്നാൽ മറ്റു പ്രതികളെല്ലാം തന്നെ പുറത്തിറങ്ങിയിട്ടും പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഈ കേസിൽ പൾസർ സുനിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ വിചാരണ കാലയളവിൽ തന്നെ പൂർത്തിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പോലും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ നിഷ്കർഷിച്ച് നടിക്ക് വേണ്ടി ഒരു നിലപാടാണ് നടിക്ക് വേണ്ടിയുള്ള ഒരു നിലപാടാണ് കോടതികൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. പ്രധാനമായും ഉപാധികളോടുകൂടിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ആ ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം.